ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാറൂസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുനെൽവേലി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. അങ്ങനെ രാവിലെ 6:30 ആയപ്പോൾ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലോട്ട് പോണ വഴിക്ക് ഒരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മച്ചിയമ്മയൊക്കെ ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ ഇറക്കിയിട്ട് ഞങ്ങൾ കാറ് കൊണ്ട് പാർക്ക് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ കൂടെ കറങ്ങിയാണ് വന്നത്. അങ്ങനെ ടോക്കൺ കിട്ടാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അമ്മച്ചിയമ്മ ഇവിടെയാണ് കാണിക്കേണ്ടത്. അതിന് ടോക്കൺ എടുക്കണം. കുറേ സമയം വെയിറ്റ് ചെയ്തു. അതിന് ടോക്കണൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അവരെ അവിടെ ആക്കിയിട്ട് ചേട്ടനെയും ചേച്ചിയും കാണിക്കാനായിട്ട് ഞങ്ങൾ അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ദൃഷ്ടി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തപ്പം പിന്നെ അവരവിടുന്ന് നമ്മളെ പേര് വിളിച്ച് അകത്ത് ഡോക്ടറിനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഞങ്ങൾ മസാല ദോശയാണ് കഴിച്ചത്. കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെയും ഹോസ്പിറ്റലിലോട്ട് വന്ന് അമ്മച്ചിയമ്മയുടെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ റോഡ് സൈഡിൽ നിന്നപ്പോൾ മയിലിനെ കണ്ട്. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തത് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മച്ചിയമ്മയുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു 9:45 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും അത്രയും നേരത്തെ എല്ലാം കഴിഞ്ഞതുകൊണ്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്ഥലമൊക്കെ കണ്ടു പോകാം എന്നൊരു പ്ലാനിങ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് കണ്ടതാണ്, ഇതൊരു അമ്പലമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു ഗോപുരം പോലെ അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ല രസമായിരുന്നു ആ സ്ഥലം കാണാനായിട്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ രഥമൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ അത്ര കിട്ടിയില്ല. എനിക്കറിയത്തില്ലായിരുന്നു അവിടെ അങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോഴത്തേനും ഞാൻ വീഡിയോ ഓഫ് ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും ഇതുവഴി വന്നപ്പോൾ നല്ല രസമായിരുന്നു ദൂരേന്ന് ഇങ്ങനെ കണ്ടുവരാനായിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് എങ്ങോട്ട് പോകും എന്നിങ്ങനെ പ്ലാൻ ചെയ്തപ്പം സുന്ദരപാണ്ഡ്യപുരം പോകാമെന്ന് വെച്ച്. അവിടെ ആണെങ്കിൽ സൂര്യകാന്തിപ്പാടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വെച്ച് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇങ്ങോട്ട് വന്ന വീഡിയോ ഇട്ടപ്പം അതിൽ മുരിങ്ങയ്ക്കയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ച് അങ്ങോട്ട് പോയപ്പോൾ എണ്ണ അടിച്ച് അതേ പമ്പിൽ തന്നെ കയറി എണ്ണ അടിച്ചിട്ട് അവരോട് ചോദിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തുനിന്ന് നമ്മൾ കുറച്ച് മുരിങ്ങയ്ക്കയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മുരിങ്ങയ്ക്കായിരുന്നു. അവിടുന്ന് കുറച്ചൊക്കെ പറിച്ചെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നിടത്ത് ഒരു വെജിറ്റബിൾ മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരുപാട് സമയമൊന്നും നിന്നില്ല. കുറച്ച് സമയം നിന്നിട്ടുള്ളൂ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിച്ച്. വിലയിലൊന്നും വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല. ഇവിടുത്തതിൽ നിന്ന് 5 രൂപ 10 രൂപയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ സുന്ദരപാണ്ഡ്യപുരമാണ് വന്നത്. ഈ സ്ഥലമാണ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു. നല്ല കൃഷിയൊക്കെയാണ്. 2 സൈഡും വയലും. പിന്നെ ഇത് കൂടാതെ വെണ്ട, പയർ, അങ്ങനെ കുറേ ഐറ്റംസിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. നെല്ലിമരം, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെ ആകെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ ബൈക്കിൽ ത്രിബിൾ അടിച്ചാണ് ഇവിടെ ഉള്ളവർ വരുന്നത്. ഹെൽമെറ്റ് ഒന്നും ധരിക്കാറില്ല. ഓവർടേക്ക് ചെയ്യുന്നത് കറക്റ്റ് സൈഡിൽ കൂടെ അല്ല, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടി കയറി വന്ന് ഇടയ്ക്ക് അങ്ങനെ ഞങ്ങൾക്കൊരു പണി കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നി. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ത്രിബിൾ അടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് കയറി വന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. അല്ലാതെ ഇവിടെ പറയാനാണെങ്കിൽ വേറെ എനിക്കങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ നമ്മളാണ് അവിടെ എത്താറായി. അപ്പോൾ ആദ്യം നമ്മൾ ഒരിടത്ത് ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വണ്ടി ഒതുക്കി ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ആ ദൂരെ ഒരു അപ്പൂപ്പനെ കാണാം. ചെറുതായിട്ടേ കാണുന്നുള്ളൂ. പുള്ളി അവിടെ നിന്ന് കൈ കാട്ടി അങ്ങോട്ട് വിളിച്ചായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് നമ്മളിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന അവിടുത്തെ പൂക്കളെല്ലാം ഏകദേശം വാടിത്തുടങ്ങി. അപ്പോൾ അവിടെ ചെല്ലണ്ട, വേറൊരു സ്ഥലമുണ്ട്, അവിടെ പോയി കാണുമെന്ന് പറഞ്ഞ് പുള്ളിയെല്ലാം പറഞ്ഞു തന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞു തന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നിറങ്ങിയപ്പോൾ നല്ല കാറ്റായിരുന്നു. അങ്ങനെ ഞാൻ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് 2 ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് പോവുകയാണ്. പക്ഷേ കാറ്റ് കൊണ്ട് മൊത്തത്തിൽ കുളമായി. എന്തായാലും ആ കാറ്റ് എനിക്കിഷ്ടമാണ്, ആസ്വദിച്ച്. അങ്ങനെ അവിടോട്ട് ചെന്ന് ഇത് ദൂരേന്ന് കണ്ടപ്പോഴേ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ സൂര്യകാന്തിപ്പാടമൊക്കെ കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പം അധികം തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെന്ന് അവിടുത്തെ പുള്ളിയോട് സംസാരിച്ച്
അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. ഒരാൾക്ക് 25 രൂപ വെച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടുന്ന് തന്നെ കുറച്ചടുത്തായിട്ടൊരു അഗ്രഹാരമുണ്ട്. ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 2 സൈഡും ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പേരെനിക്കറിയില്ല. സുന്ദരപാണ്ഡ്യപുരം തന്നെയാണ് ലൊക്കേഷൻ. ഈ സൈറ്റിന് ഇനി വേറെ പേരുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും അതൊരു പ്രത്യേക വൈബായിരുന്നു. അവിടെ കുറേ സമയം ഇരുന്ന് നല്ല രസമായിരുന്നു. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ആ സ്ഥലമെല്ലാം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഞാൻ. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് അവിടെ നിന്നാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇതെന്താ പുഴയാണോ എന്തോ എനിക്കറിയത്തില്ല, കാറ്റടിച്ചിട്ട് അതിങ്ങനെ ഓളം വരുന്ന കണ്ടപ്പോൾ അതിൻ്റെയും കുറച്ച് വീഡിയോ എടുത്തതാണ്. പിന്നെ അഗ്രഹാരത്തിൻ്റെ എൻഡിലായിട്ട് ഒരു ആൽത്തറയും വിളക്കുമൊക്കെ വെച്ചിട്ടുണ്ട്. അമ്പലം പോലുള്ള സെറ്റപ്പാണോ എന്നറിയില്ല. പിന്നെ നമ്മൾ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള അഗ്രഹാരത്തിനുള്ളിലൂടെയുള്ള ആ വഴി കൂടെയാണ് പിന്നെ തിരിച്ച് വന്നത്. പിന്നെ നമ്മൾ വേറെ എങ്ങും സ്ഥലം കാണാനായിട്ട് പ്ലാൻ ചെയ്തില്ല, വീട്ടിലോട്ട് പോകാമെന്നാണ് വെച്ചത്. അങ്ങനെ ഇങ്ങോട്ട് ഈ വരുന്ന വഴിക്കാണെങ്കിൽ ഒരു വലിയ പാറ കണ്ട്, പെയിൻ്റൊക്കെ ചെയ്തിട്ടുള്ള, എനിക്ക് തോന്നുന്നു അന്യൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ സ്ഥലമാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഈ വയലൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ആ പാറ. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേന് ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ അത്യാവശ്യം ആളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേനും മഴ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ നമ്മളവിടെ ഇറങ്ങാൻ നിന്നില്ല, മഴയത്ത് പോകണ്ടെന്ന് വെച്ച്. ഇതിന് ഓപ്പോസിറ്റ് ആയിരുന്നു ആ സ്ഥലം. പിന്നെ അവിടെ നിന്ന് വന്ന് പിന്നെ മെയിൻ റോഡിൽ കയറിയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത്. 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് വെറുതെ വാങ്ങിച്ച് വേസ്റ്റ് ചെയ്തത്, കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടമല്ല, ഞാൻ കേരളം വിട്ട പുറത്ത് പോയി ഫുഡ് ഞാൻ കഴിക്കുന്ന ആളല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്ന് വണ്ടിയിലുണ്ടായിരുന്ന ചിപ്സൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ കേരളത്തിലോട്ട് വരുമായിരുന്നു. വരുന്ന വഴിക്കൊക്കെ അത്യാവശ്യം കോടയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടുള്ള യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കേരളം കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരിടത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സ് മാങ്ങയൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് വന്ന് അപ്പോഴത്തേനും ചെറിയ രീതിക്ക് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് വലിയ മഴയായി. കേരളത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. ഇടയ്ക്ക് കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ മഴയായിരുന്നു. വണ്ടിയങ്ങ് ഒതുക്കിയൊന്നുമില്ല, നമ്മൾ പതുക്കെ ഇങ്ങ് വന്നു. ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുമ്പ് വീടെത്താമല്ലോ എന്ന് കരുതി എങ്ങും ഒതുക്കിയില്ല. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ വിട്ടില്ല, അമ്മച്ചിയമ്മയുടെ വീട്ടിലോട്ടാണ് ആക്കിയത്. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ കായംകുളത്തോട്ട് വന്നിട്ടുണ്ട്. എവിടെ പോയാലും തിരിച്ച് എൻ്റെ സ്ഥലം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പുറത്തൊക്കെ പോകാൻ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എവിടെയൊക്കെ പോയാലും തിരിച്ച് എൻ്റെ സ്ഥലം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.